നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇലിക്കൽ. ഹൈലി വോളറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റ് ദിവസമാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. നിഫ്റ്റിയുടെ ചാർട്ടിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ എല്ലാം തന്നെ നടന്നു. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരാം. മാർക്കറ്റ് ഇന്ന് സൈഡ് വേയിൽ ക്ലോസ് ചെയ്തു. വോളറ്റിലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് ഒരു സിംഗിൾ ഡേ 20% ഫോൾ രേഖപ്പെടുത്തി. 2019 ശേഷം ഇന്ത്യ വിക്സിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഫോളാണ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, MCX, ICC പ്രൊഡൻഷ്യൽ, SBI കാർഡ് തുടങ്ങിയ കമ്പനീസ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിലെ ഏറ്റവും വലിയ കാറുകൾ നിർമ്മിക്കുകയും വിദേശത്തേക്ക് കയറ്റുമതിയും ചെയ്യുന്ന മാരുതി 13,000 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് അവർ ക്രോസ് ചെയ്തു. മാരുതി ഇലക്ട്രിക്കൽ കാറിലേക്ക് കടന്നു വരുന്നുണ്ട്. എലൻ മസ്ക് ഇന്ത്യയിലേക്കുള്ള വരവ് പോസ്റ്റ്പോൺ ചെയ്തതൊക്കെ ഓട്ടോ സെക്ടറിന് ഗുണകരമായിട്ടുണ്ട്. JP മോർഗൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് പാർട്ടിയായിട്ടുള്ള BJP വീണ്ടും ഈ ഒരു ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ 25,000 നിഫ്റ്റി എത്തിച്ചേരുമെന്ന് JP മോർഗൻ ന്യൂസിലെ ഏറ്റവും വലിയ അനലിസ്റ്റിംഗ് സ്ഥാപനം പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ JP മോർഗൻ പറഞ്ഞ മറ്റൊരു കാര്യം, US മാർക്കറ്റിലുള്ള കറക്ഷൻ അത് ഓവറായിട്ടുണ്ട്. വളരെ 10% കറക്റ്റ് ചെയ്തു. NVIDIA പോലെയുള്ള കമ്പനീസ് 10% ഒരു സിംഗിൾ ഡേ തന്നെ 10% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 30% കറക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ കറക്ഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഗോൾഡ് ഈ ഒരു ഇസ്രായേൽ ഇഷ്യൂ എല്ലാം തന്നെ കൂൾ ഡൗൺ ആയിട്ടുള്ളത്. ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. 2 വീക്ക് ലോയിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. UBC എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ചൈനയെ അപ്ഗ്രേഡ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡായ ക്ലോസിംഗ് നടത്തി. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. US ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇതാണ് നമുക്ക് ഗ്ലോബലി കാണുന്ന കാഴ്ച. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ആക്ഷനിലേക്ക് കിടക്കാം. നിഫ്റ്റിയിലെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ആണ് എന്ന് നേരത്തെ പറഞ്ഞു. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തു. നിഫ്റ്റി 22,440 നിന്ന് ഫോളായി 22,361 സപ്പോർട്ട് എടുത്തു കാണാം. അതിനുശേഷം വീണ്ടും 22,418 പോയി, വീണ്ടും 22,361, വീണ്ടും 22,418 പോയി, വീണ്ടും 22,361. ഏകദേശം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 31 പോയിന്റ്, സെൻസെക്സ് 89 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 45 പോയിന്റിന്റെ എല്ലാ ഇൻഡെക്സും ഫ്ലാറ്റായ രീതിയിൽ ക്ലോസിംഗ് നടത്തി. എങ്കിലും NSEയിൽ 1370 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 848 കമ്പനീസിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ ഗ്രാസിം, എയർടെൽ, നെസ്ലെ, മാരുതി സുസുക്കി, HCL ടെക് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 4% വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൺഫാർമ, BPCL, റിലയൻസ്, M&M, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇപ്പോൾ റിലയൻസിന്റെ ഇന്നലത്തെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട്, HDFC ബാങ്കിന് പോലെയുള്ള സമാനമായിട്ടുള്ള റിസൾട്ട്, HDFC ബാങ്ക് റിസൾട്ടിന് ശേഷം 1.5% ഫോൾ ആയതുപോലെ റിലയൻസും ഇന്ന് ഫോൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിലുള്ള കാര്യം. ഇനി സ്റ്റോക്കിലെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. 48,000 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് കാണാം. 48,000 തന്നെ കോളും പുട്ടും ഒരേ അളവിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. വിക്സ് 10 ആയിട്ടുള്ളത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുമെന്നുള്ളൊരു ധാരണയാൽ അഡ്ദമണി തന്നെ ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 48,500 മേജർ റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതുപോലെ തന്നെ 47,500 നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അതിനു മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കിന്റെ വാർത്തകൾ നോക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, സ്വിങ്, ഈ 2 കോഴ്സുകളും നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് ഓഫ്ലൈനായിട്ടും അതല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾക്ക് നമുക്ക് കൊച്ചിയിലൊക്കെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം. രണ്ടിനും നമുക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ടറെ വിളിച്ച് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ഫർദർ പബ്ലിക് ഓഫറിംഗ് 18,000 കോടി രൂപയുടെ FPO ആണ് ഐഡിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഫുള്ളി സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്നലെയും ഇന്നുമായിട്ട് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഡിഫൻസ് സെക്ടറിലുള്ള കൊച്ചിയിലുള്ള കമ്പനി അടുത്തിടെ US-ൽ നിന്നുള്ള US-ന്റെ നേവിയുടെ ഷിപ്പിന്റെ മെയിൻ്റനൻസ് വർക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു മിലിറ്ററി സർവീസാണ് US-ലെ. ആ മിലിറ്ററി സർവീസിലെ US-ന്റെ
ഷിപ്പിൻ്റെ ഒരു വർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയിട്ടുള്ളത് ആഗോള മേഖലയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു കമ്പനിയാണ് നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ ഒരു വർഷത്തിൽ 2024 ഏകദേശം 80% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേജസ് നെറ്റ്വർക്ക് സ്റ്റോക്ക് 40% റാലി 2 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. മികച്ച Q4 റിസൾട്ടാണ് കാരണം. ഇൻഡസ് ടവർ ഈ CLSA ഇൻഡസ് ടവറിനെ അപ്ഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ ഈ ഒരു ഐഡിയയുടെ FPO കാരണം ഇൻഡസ് ടവറിനെ വീണ്ടും CLSA അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയ, എയർടെൽ തുടങ്ങിയ കമ്പനീസിൻ്റെ ടവർ, ഈ മൊബൈൽ ടവർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡസ് ടവർ. റിലയൻസ്, മോർഗൻ സ്റ്റാൻലി റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഹൊനാസ എന്ന് പറയുന്ന മാമ എർത്ത് എന്ന് പറയുന്ന കുട്ടികളുടെ പാമ്പേഴ്സ് പോലുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു ഹൊനാസയുടെ മെയിൻ പ്രൊഡക്റ്റ് എങ്കിൽ കൂടിയും ഇവർക്ക് സ്കിൻ കെയർ ബ്രാൻഡായിട്ടുള്ള ഡെറാമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇതിൽ നിന്ന് ഏകദേശം 500 കോടി രൂപയുടെ ഒരു സെയിൽസ് കിട്ടിയത്. സ്റ്റോക്ക് 2 ദിവസം കൊണ്ട് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ JNK IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് രാവിലെ നമ്മൾ കേട്ടിരുന്നു ഈ ഒരു മൗറീഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ വയലേഷൻ സെബി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോക്കിൽ ഫർദർ ആയിട്ടുള്ള ഫോൾ ഒന്നും നമ്മൾ കണ്ടില്ല. മാസ്റ്റർ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. സൗദി അറേബ്യയിൽ നിന്ന് അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആദിത്യ ബിർള ഫാഷൻ റാലി രേഖപ്പെടുത്തി. ഇവരുടെ മധുരയുടെ ബിസിനസ് ഡീമെർജ് ചെയ്യുന്നുള്ള ന്യൂസ് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. KP എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 60% വർദ്ധിച്ച് 25 കോടി രൂപ കരസ്ഥമാക്കി. അൾട്രാടെക് സിമെൻറ്റ് കമ്പനി ഇവർ GST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് 8 ലക്ഷത്തിൻ്റെ. Paytm ഇവർ ഇന്ത്യയിൽ സൗണ്ട് ബോക്സ്, ക്രെഡിറ്റ് കാർഡ് എനേബിൾഡ് UPI പേയ്മെൻറ്റും സൗണ്ട് ബോക്സ് എല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്തു. NBCC കമ്പനി 250 കോടി രൂപയുടെ 250% സെയിൽസ് കമ്പനി അക്യൂർ ചെയ്തിട്ടുണ്ട്. ടാറ്റ പവർ കമ്പനി ജുനിപ്പർ ഗ്രീനായിട്ട് പുതിയ എനർജി ബിസിനസ് സൈൻ ചെയ്തു. RBB ഇൻഫ്ര കമ്പനി 413 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ടാറ്റ കൺസ്യൂമർ കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 345 നിന്ന് 268 കോടി രൂപ. സ്റ്റോക്ക് കമ്പനി 7 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 66,000, താഴെ കാണാം ഗോൾഡ് $25 ഇടിഞ്ഞ് 2300, 2400 നിന്ന് അപ്പോൾ ഏകദേശം $100 പെർ ഔൺസിന് ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ 86, ഓസ്ട്രേലിയ ഗ്രീനിൽ അടച്ചു. ചൈന കൊറിയ റെഡിൽ അടച്ചു. നിക്കി ഗ്രീനിൽ അടച്ചു. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഏറ്റവും താഴെ കാണാം 20% ഫോള്. അപ്പോൾ ഇന്ത്യ വിക്സ് 20% ഫോള് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലോങ് ടൈം ഓപ്ഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പെട്ടെന്ന് തന്നെ വിക്സ് സ്പൈക്ക്, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 10 നിൽക്കുന്ന വിക്സ് ഒരു 13-14 എത്തുക എന്ന് പറയുന്നത് പെർസെൻറ്റേജ് വൈസ് ഏകദേശം 20% കൂടുതലാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ വരുമ്പോൾ രണ്ട് സൈഡുള്ള നമ്മുടെ കോൺട്രാക്ടറിൻ്റെ പ്രീമിയം സ്പൈക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. മന്ത്ലി ഓപ്ഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ അതെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഇലക്ഷൻ ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഇലക്ഷൻ. അപ്പോൾ എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് മാർക്കറ്റിലുള്ള അപ്ഡേറ്റ്. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. IPO ഡീറ്റെയിൽസ് ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ, ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ചെക്ക് ചെയ്യണം. ഗ്ലോബൽ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യണം, ഗ്ലോബൽ ഈവൻറ്റ് ചെക്ക് ചെയ്യണം. അതെല്ലാം നമ്മളെ ബിസ്മേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന ടാബിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.